ഹലോ, രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ? അപ്പോൾ ഒരു കട്ടൻ ചായയിലാണ് രാവിലെ തുടങ്ങിയത്. പിന്നെ മോന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കോവയ്ക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് കോവയ്ക്ക മെഴുക്ക് വരട്ടാനായിട്ട് അടുപ്പിൽ കയറ്റി. ഇന്ന് കോവയ്ക്ക മെഴുക്ക് വരട്ടിയും ചോറും മീൻ പൊരിച്ചതും വെണ്ടയ്ക്ക വെച്ചിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ സ്കൂളിൽ കൊടുത്തു വിടുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ചോറൊക്കെ വേവാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കോവയ്ക്കയിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും. എനിക്ക് ഈ വെള്ള കളറിലുള്ള മെഴുക്ക് വരട്ടിയോട് അത്ര താല്പര്യമില്ല. പിന്നെ വെണ്ടയ്ക്ക കറി വെക്കാനായിട്ട് പാത്രത്തിൽ കടുക് പൊട്ടിച്ച് വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊരു സൈഡിലിരിക്കട്ടെ. പിന്നെ ദോശ ചുടുന്നുണ്ട് കേട്ടോ. ദോശയുടെ കൂടെ ഇന്നലത്തെ സാമ്പാറും ചമ്മന്തിയുണ്ട്. എനിക്ക് സാമ്പാർ മാത്രം കൂട്ടി ദോശ കഴിക്കാൻ ഒരു സുഖം തോന്നാറില്ല. പിന്നെ ഇന്നലെ വൈകിട്ട് വാങ്ങിച്ചു വെച്ച കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു. അത് ഇന്നലെ വൈകിട്ട് ക്ലീൻ ചെയ്യാനുള്ള മടി കാരണം ഞാനെടുത്തങ്ങ് ഫ്രിഡ്ജിൽ കയറ്റി. പിന്നെ അത് ഇന്ന് രാവിലെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് വരഞ്ഞ് അരപ്പ് പുരട്ടി അങ്ങ് പൊരിക്കാനായിട്ട് വെച്ചു. എന്നിട്ട് മീനൊക്കെ നന്നായിട്ട് പൊരിച്ച് കോരിയിട്ട് ചോറൊക്കെ വിളമ്പാനായിട്ട് എടുത്തു. ചോറ് ഒരുപാടിങ്ങനെ നിറച്ച് വെച്ച് കൊടുക്കുന്ന അവന് ഇഷ്ടമല്ല, കഴിക്കത്തില്ല. അപ്പോൾ കുറച്ച് ചോറിട്ട് കൊടുത്തു. പിന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടി, മുളക് പൊടിയൊക്കെ ചേർത്ത കോവയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ നന്നായിട്ട് മൊരിച്ചെടുത്ത മീൻ ഫ്രൈയും ഒക്കെ വെച്ചിട്ട്, പിന്നെ നമ്മൾ വെണ്ടയ്ക്കക്കറി ഉണ്ടാക്കിയായിരുന്നല്ലോ, ആ വെണ്ടയ്ക്കക്കറിയും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു. സ്നാക്സൊക്കെ ആൾ നേരത്തെ എടുത്തായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും സൈക്കിളിൻ്റെ താക്കോൽ ഞാനാണ് എടുത്തു കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ എനിക്കൊരു സന്തോഷം വരത്തില്ല. അങ്ങനെ തന്നെ ടാറ്റയൊക്കെ പറഞ്ഞ് എൻ്റെ ഷിട്ടുമണി സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.